നമസ്കാരമുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിലാണ്. അപ്പോൾ നമ്മുടെ ദിലീപേൻ്റെ ഏറ്റവും പുതിയ സിനിമ പ്രിൻസ് ഇപ്പം ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഫസ്റ്റ് ഷോ 6:30 തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് കഴിയാറായി. 8:55 സിനിമ ഇപ്പോൾ വിടും. അപ്പോൾ ഞാൻ 2-3 ദിവസം മുന്നേ ഇട്ടുണ്ടായിരുന്ന വീഡിയോകൾക്ക് താഴെ സ്ഥിരമായിട്ടൊരു നമ്മുടെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട്, തിങ്കളാഴ്ചത്തെ ദിവസത്തെ ക്രൗഡ് നിങ്ങളൊന്ന് വീഡിയോ ചെയ്ത് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ തിങ്കളാഴ്ച ഈ ഒരു സിനിമയ്ക്ക് ആളുണ്ടാവില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു മൈൻഡ്. പക്ഷേ ബുക്ക് മൈ ഷോ ഇല്ലാത്ത ഈ ഗിരിജ തിയേറ്ററിൽ നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ ഗംഭീരമായിട്ടുള്ള തിരക്കുണ്ട്, അത്രമാത്രം ഫാമിലി വന്നുകൊണ്ടിരിക്കേണ്ടതെന്നുള്ളത്. ഇപ്പം ഇന്നലെ ഞായറാഴ്ചയൊക്കെ ഇവിടെ അടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, അത്രമാത്രം പാർക്കിങ്ങും ഫുള്ള്, അതുപോലെ തന്നെ ആൾക്കാരും ഫുള്ള്. ഫാമിലി ഓഡിയൻസാണ് ഏറ്റവും കൂടുതൽ പ്രിൻസ് എന്ന് പറഞ്ഞാൽ ഈ ദിലീപൻ്റെ ഈ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്യാഷ് മേടിച്ചിട്ടുള്ള ഒരു പ്രൊമോഷനാണോ അല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ എന്ത് നിങ്ങൾക്ക് പറയുന്ന കമൻറ്റുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ ഞാൻ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ കളിക്കുന്ന ഷോ ടൈം പറഞ്ഞുതരാം. 12 മണി, 3 മണി, 6:30, 9:30 അങ്ങനെ ഷോകളാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടിട്ടുള്ള സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ, ഇവിടുത്തെ റെസ്പോൺസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇതാ ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിൻ്റെ കാരണം, നമ്മൾ ഇന്നലെ കിട്ട വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത ആ സുഹൃത്തിനുള്ള മറുപടി ആയിട്ടാണ്. കാരണം ഇന്ന് തിങ്കളാഴ്ച ദിവസം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ആളുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. സിനിമ ഏകദേശം വിടാറായിട്ടുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ സിനിമ വിടും. അപ്പം തന്നെ സെക്കൻഡ് ഷോയ്ക്കുള്ള ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിരിജ തിയേറ്ററിൻ്റെ ഒരു പാർക്കിംഗ് എന്ന് പറയുന്നത് ഫ്രണ്ടിലാണ്. ബൈക്ക് പാർക്കിംഗ് ഒക്കെ, 2 വീലർ പാർക്കിംഗ് ഒക്കെ ഫ്രണ്ടിലാണ്. തിയേറ്ററിൻ്റെ തൊട്ട് പുറകിലാണ് കാർ പാർക്കിംഗ്. അപ്പം നമുക്ക് ഈ ഒരു എല്ലാ തിയേറ്ററുകളിൽ നിന്നും നമുക്ക് സിനിമ വിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം. ആളുകളിങ്ങനെ ഇറങ്ങി വരുന്നത് ഫുൾ ക്രൗഡായിട്ടുള്ളത് കാണിക്കാം. പക്ഷേ ഗിരിജ തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ബാക്കിലായതുകൊണ്ട് ബാക്കിൽ നിന്ന് ഒരു ഗേറ്റ് ഉണ്ട് പുറത്തേക്ക് പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഈ 2 വീലർ പാർക്കിംഗ് എന്നുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ. ബാക്കിലൂടെയാണ് പിന്നെ കാർ പാർക്കിങ്ങിലുള്ളവരൊക്കെ പോവുക. അപ്പോൾ ഒരു ഒറ്റ മൊത്തത്തിലുള്ള ഒരു തിയേറ്റർ ക്രൗഡ് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഫ്രണ്ടിലത്തെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ബാക്കിലേക്ക് ഓടുമ്പോഴേക്കും ബാക്കിലത്തെ ആൾക്കാർ ഒരുവിധം അങ്ങോട്ട് കടന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും സിനിമ ഇപ്പോൾ വിടാറായി. നമ്മൾ ആ വീഡിയോ ചെയ്യാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ട് തന്നെ ബുക്കിങ്ങിലൂടെ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിലീപേട്ടൻ തിയേറ്റർ വിസിറ്റിങ്ങുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗിരിജ തിയേറ്ററിൽ വരുമോ ഇല്ലയോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നത്. വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടിപൊളി ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോൻ്റെ കണ്ടിന്യൂ ഇപ്പോൾ സിനിമ വിടും, നമുക്ക് ആ ഒരു ക്രൗഡും കൂടി നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ.